ഹലോ ഗസ് നമ്മളിപ്പോൾ പോകണം മാമ പുത്തൂർ ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് നമ്മളാണ് അമ്പലത്തിൽ പറഞ്ഞോളാം മാമ അല്ല എനിക്കൊന്നും പറഞ്ഞോളൂ. ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം കോട്ടാത്തല ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കയറാം ഗീസ് നമുക്ക് കയറി പോകാൻ നമുക്കില്ല. ഇത് കുറേ പടിയുണ്ട് കേട്ടോ, കുറേ പടി വെച്ചാൽ കുറേ ഉണ്ട്. കയറി തീരണം. കയറാം ഗീസ് എന്തായാലും നമുക്ക് കുഴപ്പമുണ്ടോ കയറാൻ? ഇല്ല ഇല്ല അപ്പം നമുക്ക് കയറാം ഗീസ്. നമുക്ക് തന്നെ അങ്ങ് കിടപ്പുണ്ട്, അങ്ങ് കിടക്കുമ്പോൾ നമുക്ക് തന്നെ കയറാം ഗീസ്. ഗീസ് നമുക്ക് എന്താ എത്തിയിട്ട് കാണാം. ഗീസ് ലാഗടിക്കും എത്തിയിട്ട് കാണിക്കാൻ. ഇല്ല ഇവിടെ മൊത്തം ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, വീടുകളൊക്കെ ഉണ്ട്. അപ്പുറത്തെ വീടുണ്ടായിരുന്നു, അതുകൊണ്ട് വീട് പിന്നെ ലെഫ്റ്റ് നീ അവിടെ കയറുന്നത് കാട് കയറിക്കോ. കാടാട്ടോ മൊത്തം കണ്ടില്ലേ, കാടുകളൊക്കെ ഉണ്ട്. മലയുടെ മുകളിലും കണ്ട ഈ അമ്പലം ഇങ്ങനെ കുഴങ്ങി. നമുക്ക് എന്താ എത്തിയിട്ട് കാണാം ഗീസ്. ഫൈനിലെത്തിയിട്ടുണ്ട്, വെള്ളത്താറായി. ഇനി കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ ആണല്ലേ. വ്യൂ കയറി കഴിഞ്ഞാൽ ആയിക്കുന്നു. അതാണ്ട് ഇപ്പോഴത്തെ വ്യൂ നോക്കി അടിപൊളി അല്ലേ. വ്യൂ നോക്കി അടിപൊളി അടിപൊളി. അപ്പോൾ എണ്ണ കാണാം കൊള്ളാം. എത്തിയിരിക്കണേ നമ്മൾ വേണ്ട മുകളിലെത്തി. അങ്ങനെ എങ്ങനെ എനിക്കോ മുകളിലെത്തി നോക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ അല്ലേ. അതിൻ്റെ അമ്മാമ്മ കയറി വരുന്നുണ്ട്. അടിപൊളി അല്ലേ. മുകളിലെത്തിയിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടേ. അത് നോക്കിയത് ഇനി കുറെ കയറാണ്ടാ. എൻ്റെ പൊന്നോ ഞാൻ കയറിയെത്താൻ കുറെ ഉണ്ട് ഈ അമ്പലം. ഈ അമ്പലത്തിന്റെ പേരെന്നുള്ള പറഞ്ഞു കൊടുക്കുമ്പോ അമ്പലത്തിന്റെ പേരെന്നുള്ള പറ. ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം. ഇത് ഇവിടെ ചെരിപ്പിടുന്ന കേട്ടോ, ചെരുപ്പ് വെക്കാൻ പറ്റുന്നത്. ഇത് കുറെ ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും കയറാം ഗീസ്. കയറിയേ പറ്റൂ ഗീസ്. നമ്മളാണ് ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടാണ്ട് ചെയ്യാൻ ചെരുപ്പൊക്കെ ഊരി നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് അവിടെ ആണ് കാണില്ലേ എന്തൊക്കെ ഫാനുകൾ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ്. കയറാൻ തുടങ്ങാം ഗൈസ്. കയറാം. ഇന്ന് കയറി തിരിച്ചു തരാൻ വേണ്ടി ഞാൻ കുഴയാൻ ഗീസ്. വയ്യാതാവും. കാരണം കയറാം. ചാടി കയറുന്ന കണ്ടോ അമ്മ പതുക്കെ വേ. ഓക്കെ ഇനിയും കുറെ ഉണ്ട്. നമുക്ക് അമ്മ എപ്പിടി കാണാം ഗീസ്. അയ്യാ കുറെ ഉണ്ട് എപ്പിടി കാണാം. അങ്ങനെ നമ്മുടെ ഫൈനലി കണ്ട എത്താറായിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ എത്താറായി. ഇതാണ്ട് ആ മേളിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം. നമ്മളെ മേളിൽ കാണുന്നതാണ് അമ്പലം. ഭൂമി കാണിച്ചാലും കാണാണ്ടില്ലേ, അതാണ് അമ്പലം. കണ്ടില്ലേ അടിപൊളി. പിന്നെ ഇവിടെ നോക്കി നമുക്ക് അല്ലേ വ്യൂ നോക്കി. അടിപൊളി വ്യൂസ്. വ്യൂ ഒക്കെ കണ്ട അടിപൊളി. നമുക്ക് എന്തായാലും ഇനി മേടിച്ചില്ല ഗീസ്. അങ്ങനെ നമ്മളാണ്ട് മേളിലെപ്പോഴും ഇനി നമുക്ക് കയറാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കേസ് വരുമ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അമ്പലമല്ല. അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ വരെ നമ്മൾ എടുക്കുമ്പോൾ ആണ്ട് വ്യൂ നോക്കി. അടിപൊളി അടിപൊളി വ്യൂസ്. ഇവിടെ അതായത് മലയാളം കണ്ട കേട്ടോ ഈ അമ്പലമുള്ളത്. എന്തായാലും വരാത്തവർ വരെ എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. വരാൻ ആഗ്രഹമുള്ളവർ വേഗം വരിക. അടിപൊളിയാണ്. ഇതൊക്കെയാണ് വ്യൂ ഗൈസ്. വേണ്ട എന്തായാലും നമ്മുടെ പാർട്ടി മൊത്തം മണികളൊക്കെ ഇട്ടിട്ടേക്കാണ്. എന്തൊക്കെ നേർച്ചകളൊക്കെ വേണ്ടിയാണ്. ഒക്കെ എന്താ ഇതാണ് തിരിച്ചിറങ്ങുന്ന സ്റ്റെപ്പ്. അമ്പലത്തിൽ ഇറങ്ങാം. ഇല്ല ഇവിടെ മൊത്തം മണികൾ കേട്ടോ. ഇതെല്ലാം നേർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് താഴെ എന്തൊക്കെയുണ്ട് നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ഇതൊക്കെയാണ് മണികളാണ് മൊത്തം. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണാം. നല്ല അടിപൊളി. ഇവിടെ പാറയൊക്കെയാണ്. ഉമ്മ പറഞ്ഞിടാം, എനിക്കറിഞ്ഞൂടാ. ഈ പാറയുടെ മുകളിലാണ് മൂലക്ഷേത്രം എന്നാണ്, അതായത് ശ്രീ ഭൂതനാഥൻ വന്നിരുന്ന സ്ഥലം ഇതാണെന്നാണ് പറയുന്നത്. ഇവിടെ ചുറ്റിലും നേർച്ച മണികൾ കെട്ടിയിരിക്കുകയാണ്. താഴെ ഇറങ്ങിയിട്ട്
ഇതാണ് ഡേയ്സ്, ഇതൊക്കെയാണ് അമ്പലം, ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ ഇരിക്കൽ സ്ഥലം. പിന്നെ കുറേ പാറ അതൊക്കെ തന്നെ ആണ്ടേ. താഴോട്ടിറങ്ങിയപ്പോൾ വഴി എന്താണ്ട് അവിടെ ഇരിക്കാൻ പറ്റും. വേണ്ട പാറകൾ, ഇതൊരു മലയുടെ മണ്ടയിലാണ് ഈ അമ്പലം ഉള്ളത്. ഇപ്പം താഴെ ഇറങ്ങാം. നമ്മൾ ഇതാണ്ട് വെളി ഇറങ്ങിയപ്പോഴത്തേണ്ട ഒരു വെള്ളത്തിൻ്റെ എന്തൊക്കെ ലൈറ്റ് കടിച്ചാണ്, വെള്ളമൊക്കെ ഉണ്ട് കാണാറില്ലേ, അടിപൊളി കൊള്ളാമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം അടിപൊളി. ഇതിൻ്റെ മുകളിലാണ് അമ്പലം, ഇതിൻ്റെ മുകളിലാണ് അമ്പലം ഉള്ളത്. കാണാം ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന സ്ഥലമുണ്ടോ, ഇവിടെ നമുക്ക് വേണ്ട ഇറങ്ങിപ്പോകാം. ഇതൊക്കെ ഇത് പടിയായിരുന്നു, നമ്മൾ കയറിപ്പോണ്ട പടിയാണിത്. ഇവിടെ എന്താ കണ്ട ദൈവത്തിൻ്റെ എന്തൊക്കെയോ ഇത് കണ്ട. ഇവിടുന്ന് ഇത് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മളെ സ്റ്റെപ്പ് കെട്ടി എന്തൊക്കെയാണെന്ന് തോന്നുന്നത്. നമുക്ക് ഇതാണ് വെടി ഇറങ്ങി പോകുന്നത്. അയ്യോ ഇതാണ് നമ്മൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേസ്. അങ്ങനെ അതാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് എന്തായാലും കാലെടുത്തിട്ട് കാണാം. ഇതാണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേസ്. ഈ വഴി നമ്മൾ കയറിപ്പോയത് തിരിച്ചിറങ്ങിയതോ, ആ വഴി തിരിച്ചിറങ്ങി ഈ വഴി കയറിപ്പോയി. ഇത്രയും കയറ്റം ഞാൻ കയറി കൊള്ളാം. നമ്മളെ ചെരുപ്പിട്ട സംഭവം അവിടെയാണ് നമ്മൾ ചെരുപ്പിട്ടേക്കാൻ. നമുക്ക് എന്നാൽ ചെരുപ്പിടാം. വരുന്നവരേക്കും ബൈ.